ഇത് നമ്മളെപ്പോഴും ഓൾമോസ്റ്റ് നമ്മുടെ ഓട്സ് സോക്ഡ് ആണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ഒരു 1 ഇയർ ആയിട്ട്, 1 അല്ല അതിൽ കൂടുതൽ ഇയർ ആയിട്ട് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്സും പ്ലസ് വേ പ്രോട്ടീൻ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടറാണ്, അല്ലാത്തപ്പോഴത്തേക്കും മിൽക്കിലാണ് സോക്ക് ചെയ്യാറ്. അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റിക്ക് 2 ഫ്ലേവർ തമ്മിൽ മിക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മിക്സ് ചെയ്യുന്നത് ഈ ക്യാമറയുടെ മുമ്പിൽ ഈ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ എന്താവുകയെന്ന് അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കേസറിൻ്റെ പുതിയ ഫ്ലേവർ, ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതും ഐസോസീറോയുടെ കുക്കീസ് ആൻഡ് ക്രീമും, ടോട്ടലി ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. ഇതൊരു ചോക്ലേറ്റി ആണ്, ഇത് കുറച്ച് മറ്റേ കേസർ ബദാമില്ലേ, ബദാമിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ടേസ്റ്റ് ചെയ്തിട്ട്. ഇങ്ങനെ വേണം മിക്സ് ചെയ്യാൻ, തെറുതി പിടിക്കരുത്, ഇത് പുറത്ത് പോകും. മൊത്തം മിക്സായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെ റൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് വിൽ ടേസ്റ്റ് ദിസ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ പ്രപ്പിലിരിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മീൽ എന്ന് പറഞ്ഞാൽ ഓട്ട് മീലാണ്. നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് വേ പ്രോട്ടീൻസ് ഉണ്ട്. മീൻസ് അപ്പം നമ്മുടെ കേസിൽ നമ്മുടെ സ്പോൺസർഡ് അത്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് ഓഫ് വേ പ്രോട്ടീൻസ് നമ്മുടെ കയ്യിലുണ്ടാവും. ഇല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെസ്റ്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്ലേവർ ചൂസ് ചെയ്തിട്ട് ഇതുപോലൊരു ഓട്ട് മീൽ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ ഡെയിലി ക്രേവിങ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, സ്റ്റൊമക്ക് ഫില്ലാവാൻ പറ്റും, നല്ല രീതിയിലുള്ള ഒരു ഫുൾനെസ് കിട്ടും ഇത് കഴിച്ച് ചെയ്യുമ്പോഴത്തേക്കും. പ്രത്യേകിച്ച് റോൾഡ് ഓട്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ടേസ്റ്റിംഗ് ദിസ് 2 കോംബോ. ലെറ്റ്സ് ഗോ. ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസമില്ല. ബിക്കോസ് കേസറിൻ്റെ ടേസ്റ്റ് ഒരു 70%, കുക്കീസ് ആൻഡ് ക്രീമിൻ്റെ ഒരു 30%. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ട്. പക്ഷേ കേസർ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്. കേസർ ഞാൻ കഴിച്ചിരിക്കുന്നതുകൊണ്ട് ഫ്ലേവറിന് വലിയ മാറ്റമൊന്നുമില്ല. വാട്സാപ്പ് എന്താണ് പ്രപ്പിനെ പറ്റി പറയാനുള്ളത്? പ്രപ്പ് വാട്ടർ ലോഡിങ് ആയതുകൊണ്ട് കണ്ടീഷനൊക്കെ ഫീലായിട്ടുണ്ട്. പക്ഷെ ആശാൻ നമുക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട് നമ്മ എങ്ങനെ ഇറങ്ങുമെന്ന്. അതുകൊണ്ട് അധികം ടെൻഷനൊന്നുമില്ല. എന്നാലും എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. സെറ്റാവും. വലിയ സ്റ്റേജൊക്കെ അല്ലേ ആദ്യമായിട്ട്. നമുക്കറിയാലോ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. സെറ്റാവും. പിന്നെ ഉപ്പുവെള്ളത്തിൻ്റെ കൂടെ ക്രിയാറ്റിൻ ഇടുമ്പോൾ സോഡ സർബത്തോണ്ടിരിക്കുന്നുണ്ട്. സിട്രസ് ക്രിയാറ്റിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി ലോഡ് ചെയ്ത് കുടിക്കുന്നത് സോഡിയം ലോഡ് ചെയ്ത വെള്ളമാണ്. എനിക്കൊരു സർട്ടൺ എമൗണ്ട് ഓഫ് സോഡിയം ഉണ്ട്, ഇവനും ആ സർട്ടൺ എമൗണ്ട് ഓഫ് സോഡിയം ഉണ്ട്. അപ്പം ആ സോഡിയം നമ്മൾ 6 ലിറ്റേഴ്സിൽ പല ടൈമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. അപ്പം ആ വെള്ളം തന്നെ വേണം നമ്മൾ ക്രിയാറ്റിൻ യൂസ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാനും എല്ലാം. പ്രപ്പിനും വേണ്ടിയല്ല, ഒരു ദിവസത്തെ മൊത്തം വാട്ടർ ഇൻടേക്ക് ആ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യണം. അപ്പം അത് വെച്ചിട്ട് ഗ്ലൂട്ടമിനും ഇതൊക്കെ മീൻസ് ക്രിയാറ്റിനൊക്കെ കലക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ സോഡ സർബത്ത് കുടിക്കും. ഉപ്പും മധുരം ഇട്ട് സർബത്ത് കുടിക്കുന്നൊരു ഫീല്. നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. സിട്രസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. യൂസ് മൈ കോഡ് ഗൂഗിൾ MB ഇവിടെ അടിയാവും. നാളെ നമുക്ക് 2 വിശിഷ്ട അതിഥികളുണ്ട്. ആരാ? ശ്രേയസ് വലിയോ? നാളെ വന്നിട്ടുണ്ടോ പറയണേ? ശ്രേയസിൻ്റെ അടുത്ത മുട്ടയൊക്കെ തീർന്നു, പ്രോട്ടീനും തീർന്നു. അതന്നെ ഇപ്പം പറഞ്ഞാൽ വീട്ടിലെ പ്രോട്ടീനും മുട്ടയും തിന്നുമ്പോഴത്തേക്ക് ഇവന്മാർ ഇങ്ങോട്ട് വരും. മറ്റേ ചോട്ടാ മുംബൈയിൽ പറഞ്ഞ പോലെ ഇവിടുന്ന് നമ്മളെ ചവിട്ടി പുറത്താക്കുമ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞ അവസ്ഥ. അവന്മാരും വരുന്നുണ്ട് നമ്മളോട് ഹൈദരാബാദിക്ക്, നമ്മുടെ സെയിം ഫ്ലൈറ്റിൽ. അത് ഞാൻ പറഞ്ഞ പോകുന്ന വീഡിയോ ഒക്കെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റും ഉണ്ടാവും. കാരണം ശ്രേയസ് ഉണ്ടല്ലോ, ശ്രേയസ് ഉണ്ടെങ്കിൽ തന്നെ വീഡിയോ എൻ്റർടൈൻഡ് ആയി. എന്നെ തന്നെ കാണുമ്പോഴത്തേക്കും വേറൊരു ലുക്ക്. അത് 2 ദിവസത്തിനുള്ളിൽ മാറും. പോലീസിൽ കയറി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് വാഷിംഗ് ദ വെസൽസ്. നമ്മുടെ പാത്രങ്ങൾ നമ്മൾ കഴുകി വെക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കമൻറ്റ് കണ്ടായിരുന്നു, ലൈക്ക് ബ്രോ വാഷ് ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ പാത്രം വാഷ് ചെയ്യാൻ തുടങ്ങി എന്ന്. നല്ല കാര്യം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഫേർട്ട് ഇട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരു ഹെൽപ്പാവും നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. വലിയ മലമറിക്കുന്ന പണിയൊന്നും എടുക്കണ്ട, ഇങ്ങനത്തെ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്താൽ മതി.
അപ്പോൾ നമുക്ക് ജിമ്മിലേക്ക് പോവാം. അതിനു മുമ്പേ നമുക്ക് 4 ട്രേ പോരാ. ഇനിയിപ്പോൾ ഇവനും കൂടെ ഉള്ളതുകൊണ്ട് ഒരു 5-6 ട്രേ വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഇത് അമ്മിണിക്ക് ഫുഡും വെച്ച് കൊടുക്കാം. മാറേ ശുന്തിരി ബാ കേറി ഗോറു ഗുഡ് ഗീലോ. കഴിക്കൊന്നുമില്ല, അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇവൻ വന്ന് ഇവൻ കഴിക്കാൻ നേരത്ത് അവൾക്ക് കഴിക്കണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഹൗ എ റാൻഡം കേരള ബോഡി ബിൽഡർ ഗോസ് ടു ജിം. വട്ടക്കടക്കാരൻ ചോദിക്കും കൃഷി ഉണ്ടാന്ന് ചോദിക്കും നിനക്കൊക്കെ. അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ലാഭകരമായ ബിസിനസ്സാണ് ഞാൻ കാരണം ഉണ്ടാവുന്നത്. മാസം എത്രയാ, എങ്ങനെ ആയാലും മാസം ഒരു 12-16 ട്രേ മുട്ടയ്ക്ക് മുകളിൽ പോകും. ഇനിയിപ്പോൾ ഈ മാസം അത് നേരെ 20-25 അപ്രന്റീസ് വണ്ടി എടുക്ക്. ലെറ്റ്സ് ഗോ ഗായ്സ്, ലെറ്റ്സ് ഗോ. ടാറ്റാ. ഇന്ന് നീ മൈക്കോണൊക്കെ മറക്കോടാ? ഉറപ്പാണ്? ഇന്നലത്തെ പനിഷ്മെന്റ് കൊണ്ട് ഇന്ന് തന്നെ നമ്മൾ മൈക്ക് ആണ് ആദ്യം നോക്കണേ. ഞാനാ ചിക്കൻ വെച്ച് ഇവിടെ. അതെ, ഇവൻ ഇന്നലെ കാണിച്ച കുരുത്തക്കേട്ടിന് നമ്മൾ ഇന്നലെ കുറെ ഡ്യൂട്ടീസ് കൊടുത്തിരുന്നു. ചിക്കൻ മാരിനേറ്റ് ചെയ്യുക, കുക്കുംബർ കട്ട് ചെയ്യുക, അങ്ങനത്തെ കുറേ അധികം ചെറിയ പണിഷ്മെന്റ്സ് കൊടുത്തു. ഇന്നും ഉണ്ടാവും പണിഷ്മെന്റ്സ് നിനക്ക്. എന്റെ മനസ്സില് അതിന്റെ ദേഷ്യം മാറുന്നവരെ നിനക്ക് പണിഷ്മെന്റ് ഉണ്ടോ? അതൊന്നും പറ്റില്ല. അങ്ങനെ അതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് മാറുമോ മാറത്തില്ലോ എന്നൊക്കെ. എന്നിട്ട് ക്യാമറ ഓൺ ആക്കുമ്പോ മൈക്ക് ഓൺ ആക്കിയോ എന്നാണ് ആദ്യം നോക്കട്ടെ, എന്നിട്ട് ക്യാമറ ഓൺ ആക്കിയോ നോക്കിയാൽ മതി. എടാ കിൽ ചെയ്യൂടാ അയാളെ. നീ പ്രോ ഡ്രൈവറാ? അയ്യോ ചേട്ടാ, വണ്ടി ഇടിച്ച ചീത്തറന്ന മാത്രല്ല പ്രപ്പാണ്. ഇതിന്റെ പണിയൊക്കെ ഇനി എപ്പ തീരാനാണാവോ? നോക്കിക്കേ, ഇവിടെ ഒരു 4 പാലം, വലിയ വികസനം വന്നാ മതിയായിരുന്നു. എത്ര നാൾക്ക് മുമ്പ് തീരുമെന്തോ. പിന്നെ ഇവിടെ കുറേ മരമൊക്കെ ഉണ്ട്, അത്രയും വെട്ടിക്കളന്നല്ലേ ഇവര്. അതൊക്കെ കാണുമ്പോഴാ സങ്കടം. പിന്നെ അയോധ്യ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ വളരെയധികം ട്രാഫിക്കുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ശേഷം നമ്മൾ ജിമ്മിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ജിമ്മിന് കുറേ ഇപ്പുറത്ത് നമുക്ക് പാർക്ക് ചെയ്യേണ്ടി വന്നു. അവിടെ ആലപ്പുഴയിലെ ഓരോരോ പരിപാടികൾ കാരണം നമുക്ക് നമ്മുടെ പാർക്കിംഗ് പോലും, കാറ് പോലും വരെയൊക്കെ ഓടിക്കാനില്ല. ടൗണിലേക്ക് കാറെടുത്ത് ഇറങ്ങലേ നടക്കത്തില്ല, ഭയങ്കര ടാസ്കാണ്. ഇവിടെ ഇപ്പോൾ എല്ലാം കറങ്ങി പോകണം, തിരിഞ്ഞു പോകണം. പിന്നെ ടൗണിൽ വന്ന് ഞാൻ പാർക്ക് ചെയ്യാനും പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ജിമ്മ്. നമ്മുടെ ജിമ്മ് ആലപ്പുഴ ടൗണിൻ്റെ ഒത്ത നടുക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ട്രാഫിക് പ്രശ്നം പറഞ്ഞത്. നമുക്ക് എങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. ഇവിടെ കൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ 2 കടക്കാർ തമ്മിൽ നമുക്ക് പ്രശ്നം, കാറിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. കാറുള്ളവർക്ക് ജീവിക്കണ്ടേ? കുറച്ച് ലക്ഷറി കൂടി പോയെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് അപ്പ് യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ പരിപാടി കഴിഞ്ഞ് ജിമ്മിലെത്തി. ടുഡേ ഇസ് എ പീക്ക് വീക്ക് 3rd ഡേ. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഗ്രൂമിങ്ങിൻ്റെ വീഡിയോ ഇട്ടു. നമുക്ക് ഇന്നലെ റെസ്റ്റ് ഡേ ആയിരുന്നു. ഗ്രൂമിങ് ആൻഡ് ചെറിയ കാർഡിയോ മാത്രമുള്ളായിരുന്നു, അതുകൊണ്ട് നമ്മളത് കാര്യമാക്കിയില്ല. ഇന്ന് നമുക്ക് വർക്ക് ഡേ ആണ്. വി ആർ ഡൂയിങ്. അതിനു മുമ്പേ പാടാ, നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വി ആർ ഡൂയിങ് ഷോൾഡേഴ്സ് ആൻഡ് ബൈസെപ്സ്. മോർണിംഗിൽ, ഈവനിങ് സെഷനിൽ നമ്മൾ ചെസ്റ്റും ട്രൈസെപ്സും ചെയ്യും. കാരണം നമുക്കിനി അടുത്ത 3 ദിവസം കൂടെ വർക്കൗട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫുൾ ബോഡി സ്പ്ലിറ്റാണ് പോകുന്നത്. നമ്മൾ റെഗുലർ സ്പ്ലിറ്റ് അല്ല, ഇത്തിരി മാറിയുള്ള സ്പ്ലിറ്റാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഷോൾഡേഴ്സിൻ്റെ ഫ്ലൈ മൂവ്മെൻറ്റ്സ് എടുത്തു പറയേണ്ട, ഷോൾഡേഴ്സിൻ്റെ ഫ്ലൈ മൂവ്മെൻറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ, പുഷ് മൂവ്മെൻറ്റ്സ് അല്ല. ബിക്കോസ് നമുക്ക് വൈകിട്ട് ചെസ്റ്റ് പുഷ് ചെയ്യേണ്ടതുകൊണ്ട് വി ആർ ഓൺലി ഡൂയിങ് ഷോൾഡേഴ്സ്, ഫ്ലൈ മൂവ്മെൻറ്റ്സ് ആൻഡ് ബൈസെപ്സ്. അതും 3 ഐറ്റം ഷോൾഡേഴ്സിനും ഒരു 2 ഐറ്റം ബൈസെപ്സിനും. 5 വർക്കൗട്ട്സ് ആൻഡ് 20 മിനിറ്റ്സ് നമ്മുടെ കാർഡിയോ. 40 മിനിറ്റ്സ് ആണ് എനിക്ക് കാർഡിയോ, ഇവന് 1 hour ആണ്. ഞാൻ 20 മിനിറ്റ്സ് രാവിലെ ചെയ്യും, വൈകിട്ട് 20 മിനിറ്റ്സ് ബാക്കി ചെയ്യും. അപ്പോൾ ലെറ്റ്സ് ഗോ ക്രാഷ് അവർ ഷോൾഡേഴ്സ് ആൻഡ് ബൈസെപ്സ്. എൻ്റെയാണ് ഗൈസ്, എങ്ങനെ നന്നാവേണ്ടിരിക്കും. എല്ലാം ഓസാണ്. ഞാൻ സൂപ്പർ അല്ലേ ശ്യാമേ? ശ്യാമ വന്നോടനെ ഗൂഗിൾ എവിടെയത്? ഇനി ഞാൻ മാത്രല്ല, ഞാൻ വന്നൊരു 2-3 പേര് ചോദിച്ചു, എടാ ഗൂഗിളിലൂടെ കണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ലേ 2-3 കുറെ കഴിഞ്ഞ കോമ്പറ്റീഷൻ അല്ലേ ഒന്ന് ഷേവ് ചെയ്ത മീശ വെച്ച. പക്ഷെ അന്ന് മീശ വെച്ച് ഞാൻ ജിമ്മി വന്നിട്ടില്ല. ബാർബർ ഷോപ്പിൽ നിന്ന് തന്നെ അത് എന്നോട് മണ്ണിലരിഞ്ഞ് തീർന്നു.
അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ബിഫോർ കിക്ക് സ്റ്റാർട്ടിങ് നമ്മൾ ഷോൾഡേഴ്സ് ആണ് ചെയ്യുന്ന. മെയിൻ മസിൽസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും വാമപ്സ് ഭയങ്കര പ്രോപ്പർ ആയിരിക്കണം. നമ്മുടെ എപ്പോഴും ചെയ്യുന്ന ഐറ്റത്തിൻ്റെ ഒരു ഫസ്റ്റ് ഐറ്റമോ 2 ഐറ്റമോ 2 സെറ്റോ വാമപ്പ് സെറ്റ് കൊടുക്കുക. അതിന് മുമ്പേ തന്നെ നമുക്ക് ഷോൾഡറിന് എന്തെങ്കിലും പെയിനും കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ലൈക്ക് ഈ റൊട്ടേഷൻസ് അത് നമുക്ക് കേബിൾസിലും ചെറിയ 2.5 kg ഡംബൽസിലും വേണേൽ ചെയ്യാം. ഈ 2-3 സ്ട്രെച്ചിങ്സ് നിങ്ങളുടെ ഷോൾഡർ മൊബിലിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഓ യാ, one is this and one is this. നിങ്ങളുടെ ഷോൾഡർ സെഷനും പുഷ് സെഷനും മുമ്പേ ഈ 3 വർക്കൗട്ട് അല്ലെങ്കിൽ 3 സ്ട്രെച്ചിങ്സ് ചെയ്യുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രണ്ടും ബാക്കും റെയറും നമുക്ക് നല്ലോണം മൊബിലൈസ് ആയി കിട്ടും. അപ്പോൾ വാമപ്സിന് നേരത്തെ പറഞ്ഞ നമ്മുടെ ജോയിൻസ് ഒക്കെ ഒന്ന് വാമാവാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ മിനിമൽ വെയിറ്റ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ടെക്നിക്കലും ആ ഒരു സ്ലോ റെപ്പിലുമാണ് കാര്യം. എന്നാലേ അത് ആ പ്രോപ്പർ വാമപ്പിലേക്ക് വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് വാമപ്പാ. അപ്പോൾ കൊണ്ട് ഹോൾഡ് ചെയ്യുക, പതുക്കെ മുമ്പോട്ട് വിടുക. ഹോൾഡ്. ഇവിടെ നമ്മുടെ ജോയിൻസ് ഫീൽ ചെയ്യണം ആ സ്ക്യൂസ്. സോ ഗൈസ്, നമുക്ക് നമ്മുടെ ഫസ്റ്റ് വാമപ്പ് സെറ്റ് അടിക്കാം. അതിൽ നമ്മൾ എടുത്തേക്കുന്ന 5 kg ഡംബൽസ് ആണ്. ലാറ്ററൈസ് ആണ് ചെയ്യുന്നത്. മാക്സിമം നമ്മുടെ മുട്ട് മീൻസ് നമ്മുടെ കൈയുടെ മുട്ട് മടക്കാതെ ലൈക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡർ മസിൽസ് കൊണ്ട് മാത്രം അപ്പ് ചെയ്യാൻ നോക്കുക. 5 6 7 8 12 is enough. അടുത്തൊരു സെറ്റും കൂടെ 12 നമ്പേഴ്സ് വാമപ്പ് പോയിട്ട് പിന്നെ നമുക്ക് വെയിറ്റ് ലോഡ് ചെയ്ത് ഫെയിലിയർ ചെയ്യാം. ഈ മുട്ട് മടക്കാതെ ഷോൾഡർ വെച്ച് മാത്രം പൊക്കിക്കേ. ഷോൾഡറിൽ മാത്രം ഇത് കൊടുത്തിട്ട് നോക്കിയേ. ഇവിടം വരെ കൊണ്ട് ഇടിപ്പിക്കണ്ട, ഇവിടം വരെ കൊണ്ടുവന്നാൽ മതി. ഒന്ന് മുകളിൽ ഇച്ചിരി ഹോൾഡ് ചെയ്ത് പതുക്കെ തിരക്ക്. നല്ലോണം ആ മസിൽസ് വാമാവണം. അത്രയും സ്ക്യൂസ് കിട്ടണം ആ മസിൽസിന്. കാരണം നമുക്ക് ഒരുപാട് വെയിറ്റ് ലോഡ് ചെയ്ത് ഇങ്ങനെ ഈ ഫോമിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ നല്ലോണം വാമാക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് അടിക്കാൻ പോലെയാണ്. വാമപ്പ് സെറ്റ് കഴിഞ്ഞ് വർക്കിംഗ് സെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെയിലിയർ ആണ് പോകുന്നത്. അപ്പം മാക്സിമം 3 സെറ്റും ഫെയിലിയർ പോകുമ്പോൾ ഫെയിൽ ആവുന്ന വെയിറ്റ് വേണം നമ്മൾ എടുക്കാൻ. നമുക്ക് ഏത് വെയിറ്റിൽ വേണേൽ ഫെയിലിയർ ആവാം. 2.5 എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫെയിലിയർ അടിക്കാം. പക്ഷെ അപ്പം നമ്മൾ ഫെയിലിയർ അടിക്കാൻ 40-45 നമ്പർ അടിക്കേണ്ടി വരും. അതാണ് ഇതിന്റെ ഡിഫറൻസ്. നമ്മൾ നേരെ 15 എടുക്കുവാണെങ്കിൽ നമുക്ക് ഫെയിലിയർ 8-10 നമ്പർ മതി. ആ 10 നമ്പറിൽ നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടേണ്ട പോലെ നമ്മുടെ മസിൽസിന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെയിലിയർ അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും വെയിറ്റ് എടുത്തിട്ട് ഫെയിലിയർ അടിക്കുക എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. മാക്സിമം വെയിറ്റ് നിനക്ക് ഫെയിലിയർ ആവുന്ന മാക്സിമം വെയിറ്റ് വേണം നീ ഫസ്റ്റ് സെറ്റിൽ അടിക്കാൻ. അപ്പോഴേ മസിൽസ് ആ സാധനം ഫീൽ ചെയ്യത്തുള്ളൂ. കിട്ടാത്ത സാധനം കിട്ടുമ്പോഴേ മസിൽസിന് ആ ഒരു പവർ വരത്തുള്ളൂ. അപ്പം എങ്ങനെ പവറാക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്ന് ഇനി ജസ്റ്റ് സ്റ്റെപ്പ് ചെയ്തേ. നൈസ്. സൂപ്പർ. ഇമാജിൻ ദാറ്റ് നമ്മുടെ ലാസ്റ്റ് ഷോൾഡർ വർക്കൗട്ടാണ് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പുള്ള. ഇനി നമുക്ക് ഷോൾഡർ വർക്കൗട്ട് ഇല്ല. ഈ സീസണിൽ നമ്മൾ ഇത്രയും പണിയെടുത്തത് ഈ ലാസ്റ്റ് ഷോൾഡർ വർക്കൗട്ടിന് വേണ്ടിയാണ്. പൊളിക്ക്. ഈസി. എന്താണ് ഇപ്പൊ ആ ഒരു റേഞ്ച് മനസ്സിലായില്ലേ? 10 എടുക്കുമ്പോൾ നിനക്ക് 15 നമ്പറിൽ പോകും. അപ്പൊ നീ എന്താ ചെയ്യണ്ട? അടുത്തതിൽ വെയിറ്റ് ലോഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്ത് മാത്രം നമ്മുടെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നീ 10 എടുത്ത് നിനക്ക് 15 നമ്പർ പോയി. അപ്പൊ നിനക്ക് മനസ്സിലാവും 12 എങ്ങനെയാണ് എനിക്ക് 10 നമ്പർ പോകും. 15 എടുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ സപ്പോർട്ട് കൊണ്ട് 8 നമ്പർ പോകും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യാൻ ഓവർലോഡ്. സോ ഐ ആം ടേക്കിംഗ് 15 ഫോർ മൈ ഫസ്റ്റ് വർക്കിംഗ് സെറ്റ്. 1 2 3 4 5 1 2 3. വെയിറ്റ് ലോഡ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, കാരണം നമുക്ക് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ നമ്പർ പൊക്കാൻ പറ്റരുത്, അതുപോലെ പോകണം. അപ്പം എന്തായാലും 15 നമുക്ക് പോകും. അപ്പം നമുക്ക് 20 ചെയ്യാം. നീ 12.5 എടുക്കുക. ഇത് അവിടെ. അപ്പോൾ നമ്മുടെ 2 സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ 3ാമത്തെ ലാസ്റ്റ് സെറ്റിലേക്ക് പോവാം. ഫെയിലിയർ പ്ലസ് കുറച്ച് പാർഷ്യൽസ്.
അതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ലാറ്റർ റേസ് ഓഫ് ദിസ് സീസൺ അല്ല, ഇറ്റ്സ് ICN season, ICN prep season. Let's go for the last side race of ICN prep series, brother. Let's go. 2 super, 3 4 3 2 1 5 partial. അവിടെ വരെ 1 2 3 4 easy 5. I will go for 20. 1 2 3 4 5 8 9 10 11 12 partials. 1 2 3 4 5 6 7 9 10. എൻ്റെ കയ്യൊക്കെ ചുമന്ന് ഇതൊക്കെ ചുമന്ന് പന്ത് പോലത്തെ ഷോൾഡേഴ്സ്, അതാണ് നമുക്ക് വേണ്ടത്. വി ആർ ഗോയിങ് ഫോർ അവർ സെക്കൻഡ് ഐറ്റം. ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ലാറ്റർ റേസ്? ചുമപ്പ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അതുണ്ട്, അടി കിട്ടിയതാണ്. ഇതുവരെ ഇവൻ ഇതുപോലെ ലാറ്റർ റേസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അതായിട്ട് 15 നോക്കണം ഞാൻ. മറ്റേ PR ആണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 15 എടുക്കണം തന്നെ. അതാണ് നമ്മുടെ കയ്യിൽ പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ അംഗനവാടി കൊണ്ട് വിട്ടോല്ലേ. ഇവിടെ വരുമ്പോഴാണ് എപ്പോഴും PR അടിക്കണേ. ഹാപ്പി ഫോർ ദാറ്റ് ബ്രോ. അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഫ്രണ്ട് റേസ് ഓൺ കേബിൾസ് ഒക്കെ തന്നെ ആയിരിക്കും. ഒരു സെറ്റ് വാമപ്പ് സെറ്റ് ഉണ്ടാവും, കാരണം നമ്മൾ എടുക്കാത്ത മസില. ലൈക്ക് ഇപ്പോൾ നമ്മുടെ സൈഡല്ലേ ചെയ്തത്, ഫ്രണ്ടിന് ചെയ്യുമ്പോഴത്തേക്കും ഒരു സെറ്റ് വാമപ്പ് സെറ്റ്, ബാക്കി 3 വർക്കിംഗ് സെറ്റ്, അതും നല്ല ഷാർപ്പായിട്ട്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ക്രാഷ് ഇറ്റ് ബ്രോ. നമ്മൾ ലാസ്റ്റ് ഒരൊറ്റ സെറ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, വേറൊന്നുമല്ല. നമുക്ക് ഓൾറെഡി വൈകിട്ട് ചെസ്റ്റിൻ്റെ പുഷ് സെഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ലാഗാവും എല്ലാ സെറ്റും റെപ്പും കൂടെ കയറ്റി കഴിഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെയാണ് വി ബാറിൽ ഫ്രണ്ട് റേസ്. അപ്പോൾ നമുക്ക് നേരെ ലാസ്റ്റ് സെറ്റിലേക്ക് പോവാം അതിൻ്റെ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മ ഫൈനൽ സെറ്റ് അടിക്കാൻ പോണേണ്. Let's go for the final set. Let's go. 1 2 3 4 super 6 5 one more വേണ്ട കാരണം അവസാനത്തിലേക്ക് വരുമ്പോൾ എന്തറിയോ സംഭവം അറിയോ, ലാസ്റ്റ് സെഷനാ നമ്മൾ എത്തിക്കുത്തി ചെയ്ത് ഇഞ്ചുറി ഉണ്ടാക്കുന്നത് ശരിയല്ല. അടിക്കുമ്പോഴും കൺട്രോൾഡ് റപ്പാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അടിക്കാവുള്ളൂ. ഈഗോ എടുക്കരുത്. 45 going for the 45. 10 നമ്പർ പൊളിക്കാം. ഇവിടെ 2 3 ഇവിടെ 4 5 സപ്പോർട്ട് തരുള്ളൂ. 5 ഇവിടെ 6 10 1 ഓക്കെ ഗൈസ്. അപ്പം നമ്മുടെ ഫ്രണ്ട് റേസ് കഴിഞ്ഞു. അടുത്തത് ഏതാ? പമ്പാണിച്ചോളൂ. ഗോകുലേട്ടൻ പറഞ്ഞ് എന്നോട് കുറച്ചുകൂടി സംസാരിക്കാൻ, ഇൻട്രാക്റ്റീവ് ആക്കാൻ. നമ്മൾ സംസാരിക്കാം. സംസാരിച്ചാൽ മതി, ഡാൻസ് കളിക്കണ്ട. ഇൻട്രാക്റ്റീവ് ആക്കാനല്ലേ പറഞ്ഞേ? അതെ, ഇന്ററാക്റ്റീവ് ആക്കി മടിപ്പിച്ച് കൈ തരും ഞാൻ. യെസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് റേസ് കഴിഞ്ഞു. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന റെയർ ഡെൽറ്റ് ആണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഫോക്കസ് ഓൺ യുവർ റെയർ ഡെൽറ്റ് ടു ഗെറ്റ് ദാറ്റ് 3D ലുക്ക്. 3D ലുക്കിന് വേണ്ടി നമ്മൾ ഏറ്റവും മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് റെയർ ഡെൽറ്റ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ എന്ത് മൂവ്മെൻറ്റ് ചെയ്താലും പ്രസ് ചെയ്യുമ്പോഴും പുഷ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഫ്രണ്ടിലും ഇതെല്ലാം കിട്ടും. ഫ്രണ്ടും കിട്ടും, സൈഡും കിട്ടും. ബാക്ക് കിട്ടാനാണ് പാട്. അപ്പോൾ ബാക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു കിടുക്കൻ വർക്കൗട്ട് പറഞ്ഞുതരാം. ഇത് ഭയങ്കര സ്പെഷ്യൽ വർക്കൗട്ടാണ്. ഇത് അങ്ങനെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല.
അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ലാറ്റ് പുൾ ഡൗൺ മെഷീനകത്ത് കിടന്നിട്ടാണ് ചെയ്യുന്നത്. ഐ ഷോ യു ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ ഗൈസ്, നമുക്ക് പറഞ്ഞ ആ ലാറ്റർ റൈസ് വർക്കൗട്ടിന് വേണ്ടിയിട്ട് വേണ്ടത് ഇങ്ങനത്തെ 2 ഗ്രിപ്പാണ്. ഇത് മിക്ക ജിമ്മിലും ഉണ്ടാവും, അല്ല ഒട്ടുമിക്ക ജിമ്മിലും ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ലാറ്റ് പുൾ ഡൗണിൻ്റെ മെഷീനകത്ത് മാറ്റിയിട്ട് ഇതിടണം. ഇട്ടിട്ട് വെയിറ്റ് ചൂസ് ചെയ്യുമ്പോൾ വളരെ ക്ലീൻ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു വെയിറ്റ് ഇടും. 40 ഇടുന്നുണ്ട്. 40 ഇട്ടിട്ട് ഞാൻ ചെയ്യേണ്ട ഫോം കാണിച്ചു തരാം. ജസ്റ്റ് വാച്ച് ദിസ്. ഹോൾഡ് ചെയ്യുക, ഉണ്ട് ഇങ്ങനെ ഇരിക്കുക, ഒന്ന് ലീൻ ചെയ്യുക, ഫുൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് 1 ഫോക്കസ് എപ്പോഴും റെയർ ഡെൽറ്റിലായിരിക്കണം. 3 4 നൈസ്. കൈ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കണം. 2 മോർ. കില്ലർ വർക്കൗട്ടാണ്. കാത്തു ഇതുണ്ടോ പമ്പ്, അതുപോലത്തെ പമ്പായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ. കയറി പിടിച്ചിട്ടേ തിരിച്ചു വരുന്തോറും കൈ ഈ ഒരു വരുന്തോറും പോസ്റ്റ് ചെയ്യണം. കയറിയിരുന്നേ, കയറി അണ്ടിൽ മാക്സിമം ലീൻ ചെയ്, ഡ്രോപ്പ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഫുൾ സ്ട്രെച്ച് കൊടുക്കുക. ആ സ്ട്രെച്ചിൽ നിന്ന് പുള്ളിയാണ്. യാ, നിന്റെ ചെസ്റ്റ് നീ മുകളിലേക്ക് കൊടുക്കണ്ട, താഴെ തൊട്ട് കൊണ്ടുവന്നാൽ ഇത് വെച്ച് തന്നെ കണക്ട് ചെയ്ത് താഴേക്ക് വലിക്കണം. യാ, 1 ഹോൾഡ്, സ്ലോ റിലീസ്, പുള്ളി, ഹോൾഡി. ആ വലിക്ക്. കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. പിടിപ്പിക്ക് അവിടെ കൊണ്ട് പിടിപ്പിക്ക്. യാ, ഫുള്ളായിട്ട് റിലീസ് ചെയ്യണ്ടേ? ഫുള്ള് സ്ട്രെച്ച് ചെയ്യണം. സീ പോടാ. 3 2 മോർ. ഈസി. കത്തട്ടെ ഹെയറിലെ കത്തട്ടെ, ഉണ്ട പോലെ വേണം. 1 മോർ. യാ, കൂൾ. സോ അപ്പം നമ്മുടെ ലാസ്റ്റ് സെറ്റ് റെയർ ഡെൽറ്റിൻ്റെ ലെറ്റ്സ് ഗോ ക്രാഷ് ചെയ്ത്. അതുകൊണ്ട് ഷോൾഡർ തീർന്ന്. പിന്നെ നമുക്ക് 2 ഐറ്റം ബൈസെപ്സ് ആണുള്ളത്. ലെറ്റ്സ് ഗോ ബാ. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സച്ച് അടിപൊളി വർക്കൗട്ട്. ഭയങ്കര രസത്തിൽ നമുക്ക് റെയർ ഡെൽറ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യുന്ന വർക്കൗട്ടല്ല. പിന്നെ നമ്മുടെ ജിമ്മിൽ ഈ ലാറ്റ് പുൾ ഡൗൺ ഫ്രീ ആയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും ആള് കുറവുള്ള സമയത്ത് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവന്മാരുടെ ഇടിയും കൂടെ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ വേറൊന്നും കൂടാഞ്ഞിട്ട് അവർക്ക് ഈ വർക്കൗട്ടും കൂടെ ചെയ്യണോ. അപ്പോൾ ലെറ്റ്സ് ഗോ. പടേ ഓക്കെ. അത് കത്തി കേറി ബാ. 4 ഈസി. 5 7 more 3 more 2 more easy 1 more light support. പുള്ളി ഹോൾഡി. പോട്ടെ 3 എണ്ണം കൂടി പോട്ടെ. സി പോട്ടെ. 3 2 ഹോൾഡ്. ലാസ്റ്റ് വൺ ഹോൾഡ്. പതുക്കെ റിലീസ്. That's it. മൈക്ക് ഓണാണ്. നമ്മുടെ ഷോൾഡർ വർക്കൗട്ട് പാക്ക് ചെയ്തു. ഇനി നമുക്ക് ബൈസെപ്സ് 2 വർക്കൗട്ട് ഉള്ളൂ. ഒന്ന് ഇൻക്ലൈൻ ഡംബൽ കേൾസും പിന്നെ ഹാമർ കേൾ, എയ്തർ ഇൻ ഡംബൽസ് ഓർ റോപ്പ്. നമുക്ക് റോപ്പിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൽ ഇൻക്ലൈൻ ഡംബൽ കേൾസും റോപ്പിൽ ഹാമറും. ഓൺലി 2 വർക്കൗട്ട്സ്. ഒരു ഫെയിലിയർ രീതിയിൽ പുഷ് ചെയ്യുക. അതും ഇതുപോലെ തന്നെ ബൈസെപ്സിന് ഒരൈറ്റം വാമപ്പും ബാക്കി 3 വർക്കിങ്ങും. അതിന് വാമപ്പിൻ്റെ ആവശ്യമില്ല, ഓൺലി വർക്കിംഗ് സെറ്റ്സ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദിസ് ഇൻക്ലൈൻ ഡംബൽ കേൾസ് ബ്രോ. നമ്മളൊരു 7.5 എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു വാമപ്പിന് വേണ്ടി. അതുകൊണ്ട് ബെഞ്ച് ഇങ്ങനെ ഇടുക, കൈ ഡെഡ് ഡ്രോപ്പ് ചെയ്യുക. അവിടുന്ന് 1 ഫുൾ സ്ട്രെച്ച്, ഇങ്ങനൊരു ടിൽറ്റിങ് കൊടുക്കുക മുകളിൽ വരുമ്പോൾ.
2 3 ബൈസെപ്സ് കൊണ്ട് മാത്രം കയറ്റാനും ഇറക്കാനും നോക്കാം. തല ഇങ്ങനെ വെക്കണോ? ആ കുറച്ച് തല പൊക്കി വെച്ചാലും കുഴപ്പമില്ല. ഡബിൾ ഹാൻഡ് 2 സേ കൺട്രോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ബൈസെപ്സിൻ്റെ ഫസ്റ്റ് ഐറ്റം ലാസ്റ്റ് സെറ്റ് ഞാനിപ്പോൾ 15 kg എടുത്തിട്ടുണ്ട്. ഒരു 8 നമ്പേഴ്സ് പോകും. പിന്നെ ബാക്കി കുറച്ച് സപ്പോർട്ട് റെപ്സും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും സെറ്റാവും. 8 നമ്പർ പോകും എന്ന് വിശ്വസിക്കുന്നു, കാരണം നേരത്തെ 8 നമ്പർ പോയായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ ലാസ്റ്റ് സെറ്റ്. 1 2 3 4 ഫിറ്റിക്കായി, കുഴപ്പമില്ല. ആ ഒരു 6 പോയി 2 ചെറിയ സപ്പോർട്ട് വന്നു. ലെറ്റ്സ് ഗോ. ഇൻക്ലൈൻ ഡംബൽ കേൾസ് ആണ് ലാസ്റ്റ് സെറ്റ്. ലെറ്റ്സ് ഗോ. സി 4 പ്രോപ്പറായിട്ട് അടിച്ച 1 2 സൂപ്പർ. സി പോട്ടാ 3 സി പോടാ അങ്ങനെ അത്രയും ഡ്രോപ്പ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യണ്ട. ആ സി ലാസ്റ്റ് 4. ആ ഫൈനൽ കിൽ ആൻഡ് സ്ക്യൂസ് കിട്ടിയാൽ മതി. എഴുതേക്ക് പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം. അതെ, നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ ബ്രോ. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ ബസ് പിടിച്ചിട്ട് 2 പിള്ളേർ വന്നിട്ടുണ്ട്. ഹായ് ബ്രോ, നമസ്കാരം. പേരെന്താ? ഹരി. ഹായ് പറഞ്ഞേക്ക്. ഹായ്. എവിടെ നിന്ന് ബ്രോ വരുന്നത്? കൊല്ലം. അവിടെ ഇങ്ങനൊന്നും വരരുതടാ. ഞാനിതൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. പിള്ളേർ ഇങ്ങനെ ബസ്സൊക്കെ പിടിച്ച് അലഞ്ഞു വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെറുതെ വന്നേ നീ? ഓ നീ എനിക്ക് ടെക്സ്റ്റ് ചെയ്തോണ്ടിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ? ഓക്കെ ഇവനെനിക്ക് മെസ്സേജ് അയച്ചായിരുന്നടാ. ആ എൻ്റെ ഫോട്ടോ അല്ല, ഇവനെനിക്ക് മെസ്സേജ്, ഞാൻ എന്നോട് നീ വേറെ ആളുടെ കാര്യം മെസ്സേജ് അയക്കുന്നേ പയ്യനല്ലേ? ഓക്കെ എടാ ഗിഫ്റ്റ് കവറിലൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്ന. ബ്രോ ഹാപ്പിനെസ്. ഞാൻ തന്നെ പൊട്ടിക്കട്ടെ. ഞാൻ ഇവിടെ റെക്കോർഡിംഗ് ആണ്, ഈ മൈക്കിൾ റെക്കോർഡിംഗ് ആണ്. നൈസ്. താങ്ക്സ് ബ്രോ, താങ്ക് യു സോ മച്ച്. എവിടെ ഞാൻ വിയർത്തിരിക്കുക. അപ്പോൾ താങ്ക്സ് ബ്രോ. ഇത് എടാ ഭയങ്കര ഭംഗിയടാ, കാരണം വെറൈറ്റി ഫോട്ടോ. കാരണം ബാക്കിയെല്ലാം നമ്മൾ എടുത്ത ഫോട്ടോ, ഇത് ഞാൻ എപ്പോഴോ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇട്ട ഫോട്ടോ ആണ് വരച്ചത്, എടുത്ത് വരച്ചതാ. എടാ അടിപൊളിയാടാ, ഭയങ്കര രസമുണ്ട്, ഭയങ്കര ലൈവായിട്ടുള്ള ഫീല്, ഭയങ്കര ഓജി ഫീല്. നമ്മൾ വരച്ചതാണെന്നറിയില്ല, ഭയങ്കര ഒറിജിനാലിറ്റി കൊള്ളാം. ഹാപ്പി ഫോർ യു ബ്രോ. ഉഷാറായിട്ട് അടിപൊളി വർക്കൊക്കെ ചെയ്യിനി. ബ്രോയുടെ പേരെങ്ങ? സോജു. അടിപൊളി. അനസിക്കനെ കാണിച്ചു കൊടുക്കും. അതെ, ഇവനാണ് ഏജന്റ്. ആലപ്പുഴയിൽ എന്നെ കാണാൻ വരുന്ന പിള്ളേരെ വഴി തിരിച്ചു വിടുന്ന ഇവനാ. അപ്പോൾ നമ്മൾ നമ്മുടെ ബൈസെപ്സിന്റെ സെക്കൻഡ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നു. സെക്കൻഡ് വർക്ക്ഔട്ട് ഈസ് ഹാമർ കേൾസ്. നമ്മൾ ഓൾറെഡി ഹാമർ കേൾ വാം അപ്പ് സെറ്റും 2 വർക്കിംഗ് സെറ്റും ചെയ്ത് ഞാൻ കാണിക്കാത്തതാണ്. ബേസിക്കലി നമ്മൾ ഹാമർ കേൾസ് കാണിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് സെറ്റ് നമ്മൾ ഫൈനൽ സെറ്റ് കാണിച്ചു തരാം, അതിലേക്ക് നമ്മൾ പോകുന്ന. പിന്നെ നമുക്ക് ചെസ്റ്റും ട്രൈസെപ്സും കൂടെ വൈകിട്ടുള്ളതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കര കൂടുതലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ്സും റെപ്സൊക്കെ വെട്ടി കുറച്ച് വീഡിയോയിലേക്ക് മെയിൻ ഐറ്റംസ് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വിൽ ഗോ ഫോർ ദ ഫൈനൽ ഹാമർ കേൾസ്. വാ, ലെറ്റ്സ് ഗോ ഫോർ ദ ഫൈനൽ സെറ്റ്. 1
Let's go. 1, 2, 3, 4, 8, 9, 10. 2 more. 1, 2. കഴിഞ്ഞ്. സോ നമ്മുടെ രാവിലെ എല്ലാ പരിപാടി വർക്കൗട്ടും കഴിഞ്ഞ് ഇനി ഓടിപ്പോയി കാർഡിയോ ആവാ. അപ്പോൾ ഗൈസ് നമ്മുടെ രാവിലത്തെ സെഷൻ വൈൻഡപ്പായി. നമ്മളിനി കാർഡിയോ ചെയ്യുന്നു. നമുക്കൊരു 20 മിനിറ്റ്സ് കാർഡിയോ ഉണ്ട്, ഇവനൊരു 30 മിനിറ്റ്സ് കാർഡിയോ ഉണ്ട്. കാർഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നു, മീലെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് ഇപ്പോൾ ഇത്രയും ഷൂട്ട് ചെയ്തത് ഇന്ന് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആക്കിയിട്ട് വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ചെസ്റ്റും ട്രൈസെപ്സും ചെയ്യാൻ വേണ്ടി വരണം. ഷിയാസ് ഉണ്ടാവും, കോച്ച് വരും. കോച്ചിൻ്റെ കൂടെ ഇരിക്കുന്ന വർക്കൗട്ട് കോച്ച് നമ്മളോട് വർക്കൗട്ട് ചെയ്യിപ്പിക്കാനുണ്ടാവും. അപ്പോൾ ബാക്കി ഈവനിങ്ങിൽ പാക്കലാം ചെസ്റ്റ് ഡേ പമ്പുമായി നമ്മൾ രണ്ടുപേരും തിരിച്ചു വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ സെഷൻ കഴിഞ്ഞ് കാർഡിയോയും കഴിഞ്ഞ് പയ്യൻ വരച്ച പടവും കൊണ്ട് വി ആർ ഗോയിങ് ടുവേർഡ്സ് അവർ കാർ. ചെന്നിട്ട് കഴിക്കണം, ഭയങ്കര വിശപ്പ്. അപ്പോൾ നമുക്കിനി പോകുന്ന വഴിക്ക് മുട്ട വാങ്ങിക്കാനുണ്ട്. മുട്ട വാങ്ങിക്കാതെ വീട്ടിൽ അമ്മ കയറ്റൂല. മുട്ട വാങ്ങിക്കാതെ എന്ത് ചെയ്യുന്നത്, നമ്മളെ പുഴുങ്ങും അമ്മ. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് വൈകിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. അല്ല, മുട്ട വാങ്ങിക്കുന്നത് കാണിക്കണോ? മുട്ട മേടിക്കണത് നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ മുട്ട മേടിക്കുന്നത്. അപ്പം അമ്മയെ വിളിച്ച് ചോദിച്ച് അപ്പം മുട്ട വൈകിട്ട് വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു അപ്രൂവൽ കിട്ടിയത് കൊണ്ട് നമുക്ക് ഇന്ന് നേരെ വീട്ടിലേക്ക് പോവാം. നല്ല വിശപ്പുണ്ട്. ചിക്കനും മുട്ടയും എല്ലാം നമ്മൾ വൈകിട്ടത്തെ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വാങ്ങിക്കുന്നതാണ്. 2 കോമ്പറ്റീഷൻ കൂടി ഉണ്ട്. ഇനി എന്നാണ് ഇതിൻ്റെ ഈ ഡയറ്റിൻ്റെ ഇതെല്ലാം ഒന്ന് കുറയുന്നതെന്ന് ചോദിച്ചാൽ പറയാം. ഇതുവരെയൊക്കെ ഇത്രയൊക്കെ എത്തിയത് അതിൻ്റെ ഒരു ഇതുകൊണ്ടല്ലേ. ഞാൻ പറഞ്ഞു ഈ പ്രായത്തിലൊക്കെ ഭയങ്കര ഒരു ഇത് തന്നെയാണ്. നമ്മൾ ആഹാരങ്ങൾ എന്ത് കണ്ടാലും നമ്മളത് അതിലേക്കൊരു ഇത് പോകുന്നില്ലല്ലോ. എന്നാൽ അതിച്ചിട്ട് കഴിച്ചു നോക്കാം, അങ്ങനെ പോലും പോകുന്നില്ല. അതൊക്കെയാണ്, അതുകൊണ്ട് ഇത്രയും വരെയൊക്കെ എത്തി. സോ അപ്പം നമ്മൾ നമ്മുടെ ഈവനിങ് സെഷന് പോകാൻ വേണ്ടിയിട്ട് മീലെടുത്തോണ്ടിരിക്കുക. കേറ്റ് നമുക്ക് ബീഫുണ്ട്, റൈസ് ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, റൈസ് ഉണ്ട്. സോ വി ആർ ഗോയിങ് ഫോർ ദ ഫൈനൽ സെഷൻ ഓഫ് ദ ഡേ. ചെസ്റ്റ് ഈവനിങ് ആണ്. അപ്പോൾ ഷിയാസ് ഉണ്ടാവും അവിടെ. അപ്പോൾ നമുക്ക് പോയിട്ട് ഇനി ബാക്കി ചെസ്റ്റിൻ്റെ പരിപാടികൾ കാണാം. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. ആൾക്കാർ ചോദിക്കുമ്പോഴേ ലൈഫ് ഈസ് ഈക്വൽ ടു വാട്ടെന്ന് ചോദിക്കുമ്പോൾ ലൈഫ് ഈസ് ഈക്വൽ ടു ജിം, ഡയറ്റ്, സ്ലീപ്പ്, റിക്കവറി, പ്രോട്ടീൻ, കോമ്പറ്റീഷൻ പ്രപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ്. കോണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്, സിമ്പിളാണ്, വെറുതെ അവർക്ക് വീഡിയോ ഇട്ടാൽ പോരെ. എൻ്റെ പൊന്നളിയാ, ചിന്തിക്കുന്ന പോലെയല്ല. ഇറ്റ്സ് സോ ഹാർഡ് ടു ഗെറ്റ് എസ്റ്റാബ്ലിഷ്ഡ്. ആളുകളിലേക്ക് എത്തിപ്പെടാൻ, ആളുകളെ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നും ഓവർനൈറ്റിൽ നമുക്കൊന്നും കിട്ടൂല. അപ്പോൾ എല്ലാവരും പണിയെടുക്കുക. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുക. വൺ ഡേ നമ്മൾ ആ ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഫിറ്റ്നസ്സോ എന്ത് ക്രിയേറ്റർ ആയിക്കോട്ടെ, ഫാഷൻ, ഫിറ്റ്നസ്, ലൈഫ് സ്റ്റൈൽ, ടെക്, എന്താണെങ്കിലും നമ്മളതിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്താനുണ്ട്. നല്ല നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്താനുണ്ട്. അപ്പോൾ ഉഷാറാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈവനിങ് സെഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ്, നമ്മൾ പിന്നെയും കെട്ടും ബാണ്ടവും ബാഗും ഒക്കെ ആയിട്ട് ഈവനിങ് സെഷൻ ചെയ്യാൻ വേണ്ടി ജിമ്മിലേക്ക് പോവാണ്. ചെറിയ വയറുവേദന ഉണ്ട്. ഡൈജഷൻ പ്രോപ്പർ ആവാതെ തന്നെ ആവും.
ബ്രോ എൻ്റെ ജിം ഇതാ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ വ്ളോഗാ ഹായ് ഓക്കെ. എന്തായാലേ ആരാധകരെ കൊണ്ട് ആലപ്പുഴ പട്ടണത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മുടെ ഈവനിങ് സെഷൻ വന്നേക്കാണ്. ചെസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് പുഷപ്പ് അടിച്ച് വാമപ്പ് ചെയ്യാം. ലെറ്റ്സ് ഗോ. അടി. അപ്പോൾ നമ്മൾ ഇംഗ്ലൈൻ ഡംബൽ പ്രസ് വെച്ചിട്ട് നമ്മുടെ ഈവനിങ് ചെസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. പിന്നെയും പറയുന്നു ICN കോമ്പറ്റീഷൻ പ്രപ്പിലെ അവസാനത്തെ ചെസ് ഡേ ആണ് പുഷ് ഡേ. അപ്പോൾ മാക്സിമം പവർ ആക്കണം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് വി ആർ ഗോയിങ് ഫോർ എ വാം അപ്പ് സെറ്റ് വിത്ത് ദിസ് 15. ലെറ്റ്സ് ഗോ. Let's go guys. Hi coach. Welcome to the vlog. എന്താ പറയാനുള്ളേ? ഇച്ചിരൂടെ പ്രസ് ചെയ്തേ. 3 പ്രസ് ചെയ്തേ. 4 come on. 5 come on. 1 അത്ര സ്ട്രൈറ്റ് ആക്കണ്ട കൈ. പ്രസ് ചെയ്ത് ബസ് ഡൗൺ ചെയ്യും. 5 6 come on. ശരി 15. പ്രസ് ചെയ്യും. അത്ര പോകണ്ട, കൈ സ്ട്രൈറ്റ് ആക്കണ്ട. ഫാസ്റ്റ് ചെയ്യാൻ മതി. 2 3 4 5. ഇതിൽ 10 നമ്പർ ഗുഡ് ഫോമിൽ 10 നമ്പർ 2 3 6 7 8 9 10. ഗൈസ് എൻ്റെ ഈ വലത്തെ റൈറ്റ് സൈഡിലെ ഷോൾഡറിൻ്റെ ബാക്കിൽ ചെറിയൊരു ലൈക്ക് ഇങ്ങനെ കഴച്ചു വിടുന്നൊരു പെയിൻ ഉണ്ട്. ലൈക്ക് കുറച്ച് നാളായിട്ട് നമുക്ക് ആ ഒരു സംഭവം ഉണ്ട്. എന്നുവെച്ചാൽ ഇഞ്ചുറി അല്ല, പെയിനും അല്ല, മീൻസ് പ്രസ് ചെയ്താലൊന്നും വേദനയില്ല. പക്ഷേ ചില ആംഗിളിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ചെറിയ വേദന. അതാണ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 8 നമ്പർ കഴിയുമ്പോഴത്തേക്കും വലത്തേക്ക് ഒട്ടും പറ്റുന്നില്ല. പിന്നെ നമ്മൾ റിസ്ക് എടുക്കാതെ പമ്പ് ചെയ്ത് മാറുക എന്നുള്ളൊരു സെറ്റപ്പാണ്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. Let's go for the last set. See. 2 3 4 8 2 3 press 4 come on. കൈ സ്ട്രൈറ്റ് ആക്കി പിടിക്കുന്നുണ്ട്. 5 6 9 10 ലൈറ്റ് വെയിറ്റ് നല്ലപോലെ നമ്പർ ഫെയിലറായിരുന്നു ഗൈസ്. അതാ ആദ്യത്തെ സെറ്റ് 12 നമ്പർ, അവിടുന്ന് ഹാഫ് വെയിറ്റിൽ ഫെയിലിയർ. തീർന്ന് കത്തി പമ്പ് അപ്പർ ചെസ്റ്റ് കത്തി. ബാക്കിയുള്ള വർക്കൗട്ടോടെ കഴിയുമ്പോഴത്തേക്കും ആ ഷേപ്പ് വരും.
അപ്പർ ചെസ്റ്റ് പമ്പായാൽ മാത്രമേ ആ ഒരു ഫുൾനെസ് വരത്തുള്ളൂ ബോഡിക്ക്. പോയി ഫെയിലിയർ 2 അടി. Let's go crash it. We are going for the second set. Two, 3, 4. Straight leg. Excuse. Can give you extra pump, extra blood flow towards that upper chest. Okay, let's go for the last set. എൻ്റെ പൊന്നെ തീർന്ന് കത്തി കഴിച്ചപ്പം നമ്മുടെ പെക്ടക് ഫ്ലൈസ് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തുള്ളത് പുഷപ്പ് 3 സെറ്റ് ഫെയിലിയർ, അത് കഴിഞ്ഞിട്ട് ക്രോസ് ഓവർ. എങ്ങനെയുണ്ട് അപ്പം? വൈകിട്ടത്തെ സെഷൻ നോക്കി ഇന്ററാക്റ്റീവ് ആക്കാൻ പറ്റിയില്ല. ആശാമെന്ന് ഭയങ്കരമായിട്ട് ഇന്ററാക്റ്റീവ്. അല്ല അത് മാത്രമല്ല, ഇവിടെ ആൾക്കാരും തിരക്ക് ഭയങ്കര. അപ്പം നമുക്ക് ഈ മെഷീൻസിൽ ഒരുപാട് ഇരിക്കലൊന്നും നടക്കുന്നില്ല. പടപടിന്ന് വർക്കൗട്ട് ചെയ്ത് മാറണം, തിരക്കുള്ള സമയമാണ്. A set of push-up failure. 1, 2, 3. എവിടെ വരെ എത്തിയാ നീ? അകത്തോട്ട് കയറിയിടാ. ഗൈസ്, നമ്മുടെ ഫെയിലിയർ പുഷപ്പ് കഴിഞ്ഞ് അടുത്ത നമുക്ക് ലാസ്റ്റ് ഐറ്റം ആണ് ക്രോസ് ഓവർ. അതും 4 സെറ്റ്, ഒരു 10 to 12 നമ്പേഴ്സ്, അത്യാവശ്യം ഹെവി ലോഡിൽ. ലെറ്റ്സ് ഗോ. ദർ ഈസ് നോ വാം അപ്പ് സെറ്റ് ഫോർ ദിസ് ബിക്കോസ് നമ്മൾ ഇത്രയും ചെസ്റ്റിന് ചെയ്തുകൊണ്ട് ഇനി വാം അപ്പിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് സെറ്റിലേക്ക് പോയാൽ മതി. 1, 2, 7, 8, 1, 2, 3. Let's load. Ready? Say. Sugoda. 5, 4. Easy. 3 more. 3, 2, 1. ലാസ്റ്റ് സെറ്റ്, ലാസ്റ്റ് ഐറ്റം. നമ്മുടെ ICN പ്രപ്പിൻ്റെ ലാസ്റ്റ് ചെസ്റ്റ് വർക്കൗട്ട് ലാസ്റ്റ് ഐറ്റം ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് എല്ലാം അടിപൊളിയാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പൈലേഷൻ അടിക്കുന്നു. കോപ്പ നമ്പർ 5.
one more. King. 2, 3, 4. Say 1, 2, 3 more. 3, 2 more. Easy. സോ ഗായ്സ്, നമ്മൾ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്തു. വൈകിട്ടത്തെ ചെസ്റ്റും വൈൻഡപ്പ് ചെയ്ത് നമ്മളെ പുഷ് നമ്മൾ ഒതുക്കി. നമ്മുടെ ICNൻ്റെ ലാസ്റ്റ് പുഷ് ഡേ നമ്മൾ ഒതുക്കി. അത്യാവശ്യം നല്ല രീതിയിൽ പമ്പുണ്ട്. പിന്നെ കുറച്ച് ബോഡി ഫെയ്ഡാണ്. നമ്മൾ ഇത്രയും വാട്ടർ ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ടും സോഡിയം ലോഡ് ചെയ്യുന്നതുകൊണ്ടും ബോഡിയിലുള്ള സ്ട്രേഷൻസ് ആണെങ്കിലും മസിൽ ഫൈബേഴ്സ് ആണെങ്കിലും എല്ലാം കുറച്ച് ഫില്ലായി നിൽക്കുക, വാട്ടർ കൂടുതൽ ബോഡിയിലുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി മൊത്തത്തിൽ ആ ഒരു ഇത്തിരി ഫെയ്ഡാണ്. ഒരു ലെയർ മൊത്തം ഒരു ഫെയ്ഡ് ലെയർ വന്നേക്കുക. അപ്പം നോ വറീസ്, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പരിപാടിയൊക്കെ ഉഷാറാവും. നാളെ തൊട്ട് സോഡിയവും വാട്ടർ ബാലൻസ് ആവും. പിന്നെ ബാക്കി നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വരും. സോഡിയം കട്ടാണ് പിന്നെ തൊട്ട്, ഉപ്പ് കാണത്തില്ല നമ്മുടെ ഫുഡിലൊന്നും. അതാണ് അവസ്ഥ, അതാണ് മെയിൻ സ്ട്രഗിള്. ഉപ്പില്ലാതെ ഫുഡ് കഴിക്കുന്ന ഒരു ടൈമുണ്ട്. അപ്പം ചിക്കൻ ആണെങ്കിലും എല്ലാം നമ്മൾ നോർമലി ബോയിൽ ചെയ്തായിരിക്കും കഴിക്കുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഒന്നും പറയാനില്ല, ആശാന്റെ കൂടെയുള്ള വർക്കൗട്ട് ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മൾ നമ്മുടെ നാളത്തെ സീരീസ് ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ലൈക്ക് നമ്മൾ ഇന്ന് 2 സെഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അന്നത്തെ വ്ളോഗിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് നമ്മൾ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അൺടിൽ ദെൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോഡ് ഓഫ് വെറൈറ്റി ആൻഡ് എക്സൈറ്റിംഗ് കോണ്ടന്റ്സ് ആർ കമ്മിങ് ഓൺ യുവർ വേ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ദിസ് വിൽ ബി ആൻ എൻഗേജിങ് വീക്കെൻഡ്. നമ്മുടെ കോമ്പറ്റീഷനും അതിനോട് ചേർന്നുള്ള പരിപാടികളും എല്ലാം ഉഷാറായിരിക്കും. സോ അപ്പോൾ സൃഷ്ടിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അൺടിൽ ദെൻ ദിസ് ഇസ് ഗോകുൽ ആൻഡ് വിഷ്ണു സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ. പോയി മൂടിയാണ്.